ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വിതുരയുള്ള KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കിടിലൻ ഒരു ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലേക്ക് നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ്. കോവിഡിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് പൊന്മുടിയിലേക്ക് കുറച്ച് നാൾ മുമ്പ് വരെയും ആൾക്കാരെ കയറ്റി വിടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ അടുത്ത ഒരു 2 ആഴ്ച മുമ്പ്, ഓണത്തിന് തൊട്ട് മുമ്പാണ് നമുക്ക് പൊന്മുടിയിലേക്കുള്ള പാസ് അനുവദിച്ചു തുടങ്ങിയത്. നമുക്ക് തിരുവനന്തപുരത്താണ് വരുന്നതെങ്കിൽ പല സമയങ്ങളിലായിട്ട് ധാരാളം KSRTC ബസ്സുകൾ പൊന്മുടിയിലേക്കുണ്ട്. രാവിലെ 9:30 മറ്റേ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബസ് 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വിതുര സ്റ്റാൻഡിൽ വരും. ഇവിടെ നമ്മൾ ഏകദേശം 22 കിലോമീറ്ററാണ് പൊന്മുടിക്കുള്ളത്. അപ്പോൾ ആ ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പറഞ്ഞു തരുന്നില്ല കേട്ടോ, നമ്മൾ പൊന്മുടി ബസ്സും. ഈ KSRTC വിതുര ഡിപ്പോയുടെയും തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയുടെയും കൂടി ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് വയ്ക്കാം കേട്ടോ. വിതുരയിൽ നിന്ന് പൊന്മുടി വരെ 31 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ്. ഇതാണ് കല്ലാർ ജംഗ്ഷൻ. പൊന്മുടി പോകുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് പോയി കാണാൻ പറ്റുന്നൊരു കിടിലം വാട്ടർഫാൾസ് ഉണ്ട്. അതാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. അവിടെ പോകണമെങ്കിൽ നമുക്കിവിടെ കല്ലാറിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും. ഇതാണ് കേട്ടോ ഗോൾഡൻ വാലി. നമ്മുടെ സ്വന്തം വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പൊന്മുടിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. അതുപോലെ ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു ചെക്ക് പോസ്റ്റും ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് ഉണ്ടായൊരു ഗുണമെന്ന് വെച്ചാൽ KSRTCയിൽ വന്നതുകൊണ്ട് അവിടെ നിന്ന് ടിക്കറ്റും എടുക്കേണ്ട, ചെക്കിങ്ങും ഇല്ല, ഫ്രീ ആയിട്ട് കയറി പോരാം. കുറേ ബൈക്കേഴ്സ് കൂടി ഉണ്ട് കേട്ടോ. ഈ ബസ്സിനെ ഫോളോ ചെയ്ത് കൂടെ നല്ല കട്ടയ്ക്ക് അവരും കൂടെ കയറി പോരുന്നുണ്ട്. കല്ലാറിന്ന് 22 ഹെയർ പിന്നുകൾ കയറിയാണ് നമ്മൾ പൊന്മുടിയിലുണ്ട്. ഏകദേശം നമ്മളൊരു 10 ഹെയർ പിൻ കഴിഞ്ഞു. ബസ്സും അതുപോലെ കട്ടേഴ്സ് ബസ്സുകളാണ്. സാധാരണ നമ്മൾ ഗവിയിലൊക്കെ ഉപയോഗിക്കുന്ന ബസ്സുകളില്ലേ, നീളം കുറഞ്ഞ കട്ടേഴ്സ് ബസ്സുകളാണ്. അതുപോലെ തന്നെ വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും ഈ വളവുകൾ, ഈ ഹെയർ പിന്നുകളൊന്നും വളയില്ല. അത്രയ്ക്ക് നല്ല കറുപ്പടായിട്ടുള്ള ഹെയർ പിന്നുകളാണ്. ഇതെനിക്കുന്നുണ്ട്, ഇതൊക്കെ ഗ്രാമമാണ് കേട്ടോ. പണ്ട് ഈ പൊന്മുടിയിലുള്ള എസ്റ്റേറ്റുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച എസ്റ്റേറ്റുകളാണ്. പ്രധാനമായിട്ടും ഗ്രാമ്പു, കുരുമുളക്, ഏലമില്ല, തേയില നല്ലപോലെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു തേയില ഫാക്ടറി ഉണ്ട്. കുറേ തൊഴിലാളി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഫാക്ടറി ഇപ്പോഴും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഈ കാണുന്നതാണ് PWD ഗസ്റ്റ് ഹൗസ് കേട്ടോ. നമുക്ക് ഇവിടെ വരുന്നതിന് വേണ്ടി ബുക്ക് ചെയ്യാം. PWD സൈറ്റിൽ കയറിയിട്ട് ഇവിടെ നമുക്ക് റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മൊബൈലിന് റേഞ്ച് കിട്ടില്ല. പക്ഷേ രാത്രിക്കാണെങ്കിൽ കിടിലം കാലാവസ്ഥയാണ്. നല്ല കുടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല കിടിലം കാലാവസ്ഥയാണ്. അവിടുത്തെ ഒരു മാവും ഉണ്ട്. മാവ് കായ്ക്കുന്ന സമയമാണെങ്കിൽ നല്ല കിടിലം മാമ്പഴമൊക്കെ തിന്നാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, ആ കാണുന്നതാണ് പൊന്മുടി. നല്ല കിടിലം കോടയും മഞ്ഞും എല്ലാം നിറഞ്ഞ നല്ല അടിപൊളി കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. നമുക്ക് പൊന്മുടിയിൽ കാണാനായിട്ട് 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് ഗസ്റ്റ് ഹൗസും KTDC റെസ്റ്റോറൻറ്റും പിന്നെ ആ പഴയ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലം. പിന്നെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടി മുകളിലേക്ക് പോയാൽ അപ്പർ സാനിറ്റോറിയമായി. KSRTC സർവീസുകൾ കൂടുതലും ഞാൻ ഈ പറഞ്ഞ ഗസ്റ്റ് ഹൗസ് വരെ പോകാറുള്ളൂ. പക്ഷേ ഈ ബസ് അങ്ങ് അപ്പർ സാനിറ്റോറിയം വരെ പോകും. അവിടെയാണ് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത്. കൂടുതൽ കാഴ്ചകളും ഒക്കെ അവിടെയാണ്. നമ്മൾ ഗോൾഡൻ വാലിയിൽ നിന്ന് ടിക്കറ്റ് എടുത്താലും അപ്പറിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒന്നുകൂടി ടിക്കറ്റ് എടുക്കണം കേട്ടോ. KSRTCയിലായതുകൊണ്ട് നമുക്ക് ഇവിടെയും ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു രക്ഷയില്ല കേട്ടോ, കിടിലം കോടയാണ്. വഴിയിൽ എനിക്കൊന്ന് കാണാൻ വയ്യാത്തുള്ളത്, വണ്ടികൾ കുറച്ച് ബ്ലോക്ക് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ അപ്പറിലെത്തി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ, ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ. നോക്കി മഞ്ഞെന്ന് പറഞ്ഞാൽ കിട്ടില്ല മഞ്ഞ്. അപ്പർ സാനിറ്റോറിയത്തിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 10-300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ കിടിലൻ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഒരു രക്ഷയില്ല.
കുട ഉണ്ടല്ലേ, അതേപോലെ കുടയാണ്. പിന്നെ ആ ഭാഗത്തായിട്ടൊരു വാച്ച് ടവറൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറുന്ന വഴി പോലും കാണാൻ വയ്യാത്ത അവസ്ഥയാണ്, അത്രയ്ക്ക് മഞ്ഞാണ്. കിടലൻ കാലാവസ്ഥ കേട്ടോ. ഒരുപാട് പ്രാവശ്യം പൊന്മുടി വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു കാലാവസ്ഥ ആദ്യമായിട്ടാണ്. ശ്രദ്ധിച്ച് നോക്കി നടന്നില്ലെങ്കിൽ തമ്മിൽ കൂട്ടിയിടിക്കുന്ന അവസ്ഥയിലുള്ള മഞ്ഞാണ്. ഇവിടെ അപ്പർ സാനിറ്റത്തിൽ കുറച്ച് ഹട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും വ്യക്തമായിട്ട് കാണാൻ വയ്യാത്തൊരവസ്ഥയില്ല. പക്ഷേ കോടയെല്ലാം കടന്നിരിക്കുന്നുണ്ട്. നല്ല ഫീലാണ്. ശക്തമായ കോടയും അതേപോലെ ചാറ്റമഴയും. ചാറ്റമഴയത്ത് ഇറങ്ങി നനയുന്നൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ക്യാമറ ബാഗ് കൂടെ ഉള്ളതുകൊണ്ട് ബാഗ് നനയ്ക്കാൻ വയ്യ. എന്തായാലും നമുക്ക് ബസ് ഇറങ്ങിയ സ്ഥലത്ത് പാർക്കിംഗ് ഇല്ലേ, ആ പാർക്കിംഗ് കൂടെ കഴിഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട്. ആ കഫേയിലേക്ക് നിൽക്കാൻ അവിടെ പോയി നിൽക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ കോടയും നല്ല കിടിലൻ ചാറ്റൽ മഴയും. ഇവിടെ ഒരു വരാടിൻ്റെ പ്രതിമ വെച്ചിരിക്കുന്നത് കണ്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ ഇരവികുളം നാഷണൽ പാർക്ക് കഴിഞ്ഞാൽ പിന്നെ വരാടുകളെ കാണാൻ പറ്റുന്നത് ഈ പൊന്മുടി മലനിരകളിലാണ്. സാധാരണ നമുക്ക് ഇവിടെ വരാടുകളെ കാണാൻ പറ്റില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡൻ വാലിയിൽ ട്രക്കിങ്ങിന് ഫീസ് കൊടുത്ത് വരാട് മുട്ടയിലേക്ക് പോയാൽ മാത്രമേ വരാടുകളെ കാണാൻ പറ്റുള്ളൂ. അതും അത്ര അടുത്ത് കാണണമെന്നില്ല, വളരെ അകലെയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും കുറച്ചൊന്ന് മഴ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ താഴെ പോയിട്ട് ഒരു കഫേ ഉണ്ട്, അവിടെ നിന്ന് ചായ ഇട്ട് നോക്കാം. അല്ലേ, കോടമഞ്ഞും ചൂട് ചായ നല്ല രസമായിരിക്കും. മരങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, എന്ത് രസമായി. എല്ലാ സ്ഥലത്തും ഈ കോടമഞ്ഞുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ വയ്ക്കുന്നതാണ് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഈ ഭാഗത്താണ് ഒരു കഫേ ഉണ്ടായിരുന്നു, പക്ഷെ വഴി പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള മഞ്ഞാണ്. ഇത് രസമായി. ഇതേപോലെ 2 മിനിറ്റ് ആയുള്ളൂ, വീണ്ടും അടുത്ത ചാറ്റൽ മഴ. ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഇടുക്കിയിലെ സാറിന് കാണുന്നില്ലേ നൂൽ മഴ, അതേപോലുള്ള മഴയാണ്. ഒരു ചായ, സ്നാക്സ് എന്താ ഉള്ള? വെയിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ വേണ്ട, ചായ എന്നാൽ കട്ടൻ കോഫി 1. വേറെ എന്താ ഉള്ള സ്നാക്സ്? ഒന്നുമില്ല. കടുങ്കാപ്പി ഒരു സ്നാക്സ് കഴിക്കാൻ പോയ സ്നാക്സ് ഇപ്പോഴൊന്നും ഇല്ല, കുറേ വെയിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. അവസാനം ഒരു കടുങ്കാപ്പി കിട്ടി. മഞ്ഞും ചാറ്റമഴയും കടുങ്കാപ്പി, എന്തൊരു കോമ്പിനേഷൻ അറിയാം. ഈ കഫ്തിയുടെ ഫ്രണ്ടിലൊരു ചെറിയൊരു പാർക്കാണ്. അവിടെ നമ്മളെ വരാടിൻ്റെ കുറച്ച് പ്രതിമകളും അങ്ങ് അപ്പുറത്ത് കുറേ വേറൊരു പ്രതിമ നിൽപ്പുണ്ട്, പക്ഷെ അതൊന്നും കാണാൻ വയ്യ കോടമഞ്ഞ് കാരണം. അങ്ങനെ നമ്മൾ കഫ്തീരിയിൽ കാപ്പിയെല്ലാം കുടിച്ച് ആ ഇറങ്ങിയ വഴി കൂടെ അല്ലാതെ വേറൊരു വഴി കൂടെ മെയിൻ റോഡിലോട്ട് കയറണം. ആ കഫ്തീരിയിൽ നിന്ന് മോളിൽ കയറിയ ശേഷം ഒരു ബോർഡ് ശ്രദ്ധപ്പെട്ടു. അല്ല, കിടില്ല ഒരു ബോർഡ് നോക്കിയേ. കല്ലിലിങ്ങനെ വെട്ടിയെടുത്തിട്ട് അതിലൊരു തടി കൊണ്ടുള്ളൊരു രസം. നല്ല കിടിലം ബോർഡ്, അല്ല മഞ്ഞും കൂടെ ആയതുകൊണ്ട് നല്ല രസമുള്ളൊരു ബോർഡ്. ആ കഫ്തീരിയിൽ നിന്ന് കയറിയിട്ട് റോഡ് സൈഡിലുള്ള പുല്ലിലേക്ക് ഇറങ്ങിയതാണ്. ഇതേ സംഭവം കിട്ടിയിട്ടുണ്ട്, കൊളയട്ട. ഒറ്റ പരിപാടിയേ ഉള്ളൂ, സാനിറ്റൈസർ വെച്ച് അടിക്കുക. അതിനകത്ത് മുൻപൊക്കെ ആണെങ്കിൽ കാട്ടിൽ പോകുമ്പോഴൊക്കെയാണ് കൊളയട്ട പോകുന്നതിന് ഒന്നുകിൽ പുകയില നനച്ചുകൊണ്ട് പോയിട്ട് കാലിലൊക്കെ തയ്ക്കാനാണ് പോകുന്നത്, അല്ലെങ്കിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളയട്ട കിട്ടും. ചില തീപ്പെട്ടി അരച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷമുള്ള ഏറ്റവും ഉപയോഗം ഈ സാനിറ്റൈസർ ജസ്റ്റ് അടിച്ചാൽ മതി, ഈ സാധനം പെട്ടെന്ന് ചാടിപ്പോകും. അപ്പോൾ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഒന്ന്, കൊറോണയെ തടയാം, പിന്നെ ഇതേപോലെ കൊളയട്ടയെ തടയാം. അപ്പോൾ ഇനി തിരിച്ചു പോകാനുള്ള സെറ്റപ്പ് എന്താണെന്ന് നോക്കണം. ഇപ്പോൾ സമയം 1:30 മണിയായവിടെ. പക്ഷേ KSRTC ബസ് ഇനി 3:30 മണിക്കേ ഉള്ളൂ. അതായത് അപ്പറിൽ വരുന്ന KSRTC ബസ് ഇനി 3:30 മണിക്കേ ഉള്ളൂ. അപ്പോഴാണ് വിതുരയിൽ നിന്ന് ആളും കയറ്റി വന്നൊരു ഓട്ടോ, റിട്ടേൺ പോകുന്നൊരു ഓട്ടോ കിട്ടി. എന്തായാലും അതിന് ചാടി കയറ്റി, അല്ലെങ്കിൽ നമ്മൾ 2 മണിക്കൂർ ഇവിടെ നിന്ന് പോസ്റ്റാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പൊന്മുടിയുടെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.